ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ കോൺഗ്രസിനും കുരുക്ക് മുറുകുകയാണ്. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള അടൂർ പ്രകാശിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ കോൺഗ്രസും പ്രതിരോധത്തിലാകുകയാണ്. സ്വർണ്ണ കവർച്ചയിലെ കോൺഗ്രസിന്റെ പങ്ക് സഭയിൽ ഭരണപക്ഷം ആയുധമാക്കുന്നതും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരിച്ചടിയാകുമോ എന്നതാണ് കോൺഗ്രസിന് ആശങ്ക. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ഉണ്ട്. തയ്യാറാണോ എന്ന് നോക്കാം. ദിസ്ന, ഗുഡ് മോർണിംഗ്. നേരത്തെ വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ, എവിടെയായിരുന്നു? എന്തായാലും കോൺഗ്രസിനും കുരുക്ക് മുറുകുകയാണ്. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഈ യു ഡി എഫ് കൺവീനറിന്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വരുന്നു. എങ്ങനെ പ്രതിരോധിക്കും? നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. ഭരണപക്ഷത്തിനെതിരെ പ്രധാനമായും ഈ സ്വർണ്ണ കവർച്ചയ്ക്കെതിരെയുള്ള ആരോപണമാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതേ ആരോപണം തങ്ങൾക്ക് നേരെയും നീളുകയാണ്. കോൺഗ്രസിന് വല്ലാത്തൊരു തലവേദനയാകില്ലേ ഇത്? അശ്വതി, ഗുഡ് മോർണിംഗ്. ചില സാങ്കേതിക പ്രശ്നങ്ങൾ അത് പരിഹരിക്കപ്പെട്ടു എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ വാർത്തയിലേക്ക് എത്താൻ വൈകിയത് എന്ന് തന്നെയാണ് പറയേണ്ടത്. എന്തായാലും അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ അതുകൊണ്ട് തന്നെയാണ് ആ വാർത്തയിലേക്ക് എത്താൻ വൈകിയത് എന്ന് തന്നെയാണ് പറയേണ്ടത്. എന്തായാലും അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷം ഇനി നോക്കിക്കാണുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. ഈ തിരഞ്ഞെടുപ്പിലൊക്കെ തന്നെയും വലിയ രീതിയിൽ സ്വർണ്ണക്കവർച്ച ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് ഇടതുപക്ഷം എന്നത് തന്നെയാണ്. പ്രധാനമായും കടകംപള്ളിയെ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ഇത്തരത്തിൽ പ്രചാരണം നടത്തുന്നു. അതോടൊപ്പം അത് വലിയ ആയുധമായി മാറ്റുകയാണ് കോൺഗ്രസ്. പക്ഷേ അടൂർ പ്രകാശിന്റെ ഇത്തരത്തിലുള്ള ഒരു സന്ദർശനം, അല്ലെങ്കിൽ സോണിയാഗാന്ധിയുമായി ചേർന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ എത്തിയത് വലിയ രീതിയിൽ വിവാദമായി മാറുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം കൂടി സഭയിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ചർച്ച എന്ന് പറയുന്നത് പ്രധാനമായും അടൂർ പ്രകാശിനെ ഉയർത്തിക്കാട്ടി ഇടതുപക്ഷ അംഗങ്ങൾ വലിയ രീതിയിൽ പ്രതിഷേധിക്കുമ്പോൾ അതോടൊപ്പം തന്നെ കടകംപള്ളിയൊക്കെ തന്നെയും ഉപയോഗിച്ചുകൊണ്ടാണ് മറ്റൊരു രീതിയിൽ പ്രതിരോധം തീർക്കുന്നത് എന്ന് തന്നെയാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത്. എന്തായാലും ഭക്തർക്കൊപ്പം ഭക്തരുടെ കൂടെ എന്നൊരു ടാഗ് ലൈൻ അവതരിപ്പിക്കപ്പെടുമ്പോഴും അതെങ്ങനെയാണ് കോൺഗ്രസിന് ഈ വിഷയത്തിൽ നിന്ന് തലയൂരാൻ സാധിക്കുക എന്നത് തന്നെയാണ് നോക്കിക്കാണേണ്ടത്. എന്തായാലും അതിന് എന്ത് വിശദീകരണമായിരിക്കും നൽകുക എന്നത് തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. അശ്വതി, എന്തായാലും നമുക്കറിയാം ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ, അതായത് തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വിജയം ഇനിയും ആവർത്തിക്കും എന്നൊരു വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ കോൺഗ്രസിന്റെ ഭൂരിപക്ഷം ഉയർത്തിയ ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ അത് നിയമസഭയിലും നേടാൻ കഴിയുമെന്നൊരു വിശ്വാസം വരുമ്പോഴാണ് അത്തരത്തിൽ വലിയ രീതിയിൽ സ്വർണ്ണക്കവർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നത് എന്ന് തന്നെയാണ് എടുത്തു പറയുന്നത്. എന്തായാലും മുതിർന്ന നേതാക്കൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പരസ്യ പ്രതികരണത്തിന് ഇതുവരെ വന്നിട്ടില്ല. മാത്രമല്ല ചില ന്യായീകരണ ശ്രമങ്ങൾ മാത്രമാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ നടത്തുന്നത് എന്ന് തന്നെയാണ്. എന്തായാലും രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ തുടരുമ്പോൾ ഇനി അറിയേണ്ടത് ആരാണ് യഥാർത്ഥ പ്രതികൾ, അതായത് കൃത്യമായി പറഞ്ഞാൽ ഉന്നതരിലേക്ക് ഇത് സംബന്ധിച്ച് അന്വേഷണം എത്തുന്നുണ്ടോ എന്നതൊക്കെ തന്നെയായിരിക്കും ജനങ്ങൾ വിലയിരുത്തപ്പെടുന്നത് എന്ന് തന്നെയാണ്. എന്തായാലും ഭക്തർക്കൊപ്പം എന്ന് പറയുമ്പോഴും വലിയ രീതിയിൽ കോൺഗ്രസിനെയും കുരുക്കിലാക്കുകയാണ് ഈ സ്വർണ്ണ കവർച്ച കേസ് എന്നത് തന്നെയാണ് അശ്വതി. വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും ഈ സ്വർണ്ണ കവർച്ചയിൽ കോൺഗ്രസിനും CPM-നും ഒരുപോലെ തലവേദനയാകുകയാണ്. ഈ UDF കൺവീനറിന്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ VD സതീശൻ അടക്കമുള്ള പ്രതിപക്ഷ നേതാവ് ഇതിനെ ന്യായീകരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. മറിച്ച് ഇതിലെ കുറ്റക്കാർ, യഥാർത്ഥ കുറ്റവാളികൾ പുറത്ത് വരണമെന്ന ആർക്കും, ഇടതുമുന്നണിക്കായിക്കോട്ടെ വലതുമുന്നണിക്കായിക്കോട്ടെ, യാതൊരു ആഗ്രഹവും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇടത് വലത് മുന്നണികൾ. ദിസ്നയാണ് തലസ്ഥാനത്ത് നിന്നും പ്രധാനപ്പെട്ട വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്.